പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PS തോമസ് അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PS തോമസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? സ്തോത്രം. ഞാൻ അരോമ ടിവിയിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. അന്യോന്യം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തക്കവണ്ണം എനിക്ക് വളരെ താല്പര്യവും സന്തോഷവുമുണ്ട്. അതിന് അവസരം ഒരുക്കി തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അതിന് മുഖാന്തരമായ അരോമ TV മിനിസ്ട്രിയുടെ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് അവരുകൾക്കും വളരെ നന്ദി, സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ ജീവിതാനുഭവം ചുരുക്കമായ അവസ്ഥയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘമായ ഒരു 70 വർഷത്തെ അനുഭവം പറയുമ്പോൾ മണിക്കൂറുകളാകുമല്ലോ. എന്നാൽ ദൈവം എന്നോട് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് വർണ്ണിക്കാം. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന വചനപ്രകാരം ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ, എന്നെ ദൈവം നടത്തിയ വിധങ്ങളെയും ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യരായ, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അരോമ TV മിനിസ്ട്രിയുടെ പ്രേക്ഷകർക്ക് വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ PS തോമസ്. ഞാൻ ഇന്നേക്ക് 70 വർഷം മുൻപ്, അന്ന് കൊല്ലം ജില്ല, ഇന്ന് പത്തനംതിട്ട ജില്ല, പത്തനംതിട്ട പത്തനാപുരം റൂട്ടില് മുറിഞ്ഞകൽ കഴിഞ്ഞ് ഒരു 2 മൈൽ പോകുമ്പോൾ അതിരുങ്കൽ എലിക്കോട് എന്ന സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായി. ഞാൻ മുറിഞ്ഞകൽ എന്ന് പറയാൻ കാരണം, 1 മാസം മുൻപ് ഒരു നവദമ്പതികൾ, വധൂവരന്മാരും അവരുടെ പിതാക്കന്മാരും പെട്ടെന്നുള്ള ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കുവാനിടയപ്പോൾ ആ മുറിഞ്ഞകൽ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് മുറിഞ്ഞകൽ എന്ന വാക്ക് പറയുവാൻ ഇടയായത്. അങ്ങനെ അവിടെ ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ പിതാവ് AB തോമസ് കമ്പനിയുടെ രാജഗിരി എസ്റ്റേറ്റിലെ ഹോസ്പിറ്റൽ കമ്പൗണ്ടറായിരുന്നു. കമ്പൗണ്ടർ തങ്കച്ചൻ എന്ന് അന്നത്തെ കാലത്ത് അവിടെ അറിയപ്പെടുവാൻ ഇടയായിക്കൊണ്ടിരുന്നു. എൻ്റെ പിതാവിൻ്റെ വീട് പത്തനംതിട്ടയിൽ ഇലന്തൂർ പുറത്തൂട്ട് എന്ന കുടുംബ പേരിൽ, എൻ്റെ അമ്മയുടെ വീട് കോഴഞ്ചേരി തെക്കേ കുഴിക്കാല മുളനാക്കുഴി കുടുംബത്തിൽ നിന്ന്. ഞങ്ങൾ മർത്തോമ ഫാമിലിയിൽ വളരെ ഭയഭക്തിയോടുകൂടെ തന്നെ ജീവിച്ചു വരുവാൻ ദൈവം ഇട ചെയ്തു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആ ബാല്യകാല അനുഭവങ്ങൾ ധാരാളം പറയുവാനുണ്ടെങ്കിൽ, എനിക്ക് 3 വയസ്സ് മുതലുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ദൈവം അതിന് കൃപ തന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് TV-യിൽ പ്രത്യേകാൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് കൊണ്ടുവന്ന ഒരനുഭവമാണ്. എന്നാൽ അതിനു മുൻപേ എൻ്റെ ബാല്യകാലത്തിൻ്റെ അനുഭവങ്ങൾ, ശുശ്രൂഷയുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ ചുരുക്കമായി പറഞ്ഞതിന് ശേഷം, എന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ മരണത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ച് കൊണ്ടുവന്ന അനുഭവം, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആത്മീയ അഭിവൃദ്ധിയും ആയിത്തീരുവാനായി പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നു. പല വിധത്തിലുള്ള സ്നേഹിതരാണല്ലോ എന്നെ കേൾക്കുന്നത്. ആരുടെയും വിശ്വാസ സംഹിതയോ ആരെയും വിമർശിക്കുകയോ ചെയ്യുകയല്ല.
ജീവിത അനുഭവം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ അത് ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തോട് നമ്മുടെ ആത്മാവിന് നിത്യതയുടെ അനുഭവങ്ങളെക്കുറിച്ച് ദർശിക്കുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ 10 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം എലിക്കോട് എന്ന സ്ഥലത്ത് നിന്ന് സ്ഥലം വിറ്റ് പാലക്കാട് ജില്ലയിൽ കരിമ്പ എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറി അവിടെ വളർന്ന് മുന്നോട്ട് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ആംബിഷൻ, നിങ്ങളുടെ ഭാവി എന്ത്, നിങ്ങൾക്ക് എന്താ ആഗ്രഹമാണ്? ഞാനൊരു വാക്കിനകത്ത് അവിടെ എഴുതി ഉപദേശിയാകണമെന്ന്. ഞാൻ മർത്തമാസഭയിലെ കുമാരവകുപ്പിൽ പഠിക്കുമ്പോൾ സൺഡേ സ്കൂളിന് സമ്മാനം കിട്ടിയത് സാധു സുന്ദർ സിംഗിന്റെ ഒരു പുസ്തകം. അത് വായിച്ചപ്പോഴാണ് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷവേലയ്ക്ക് പോകണമെന്നുള്ള താല്പര്യം എൻ്റെ ഹൃദയത്തിൽ ഉദിച്ചത്. അങ്ങനെ ഉപദേശി എന്ന വാക്ക് അവിടെ എഴുതിയിട്ടു. എന്നാൽ അന്ന് മുതൽ തുടർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കോളേജിലെ വിദ്യാഭ്യാസത്തിലൊക്കെയും ഉപദേശി എന്നുള്ള വിളി വന്നു. അന്ന് ബന്ധക്കോസ്ത് അനുഭവക്കാർ അവിടെ ഇല്ല. 1968, 70 കാലഘട്ടത്തിൽ ബന്ധക്കോസ്തിൻ്റെതായ ആരും തന്നെ എനിക്കറിയില്ല. ഒരു ഉപദേശി അവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങനെ മർത്തോമ സഭയിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാപത്തിന്റെ ലിസ്റ്റ് എന്ന് പറയാവുന്ന അവസ്ഥകളൊന്നുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരു കൊടും പാപിയോ ഭീകരനോ അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടോ അല്ലൊന്നുമല്ല. ചെറുപ്പം മുതലേ ഭയഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ അങ്ങനെയുള്ളവർക്കും രക്ഷയുടെ സന്തോഷം അനുഭവിക്കണം എന്നുള്ള അനുഭവം പറയാനായിട്ടാണ് എൻ്റെ ജീവിതാനുഭവത്തെ പ്രസ്താവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 10ാം ക്ലാസ് SLC കഴിഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ സഭയുമായി വളരെ ബന്ധപ്പെടുകയും സഭയുടെ എല്ലാ ആക്ടിവിറ്റീസിലും ചെറുപ്പം മുതലേ അച്ഛനോട് കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷീകരണ മനോഭാവം എനിക്കുണ്ടായിരുന്നു. ആ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് അന്ന് ധാരാളം മാമോദീസ ഉള്ള കാലഘട്ടമാണ്. കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലൊക്കെ ഉള്ള 1970 കാലങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അച്ഛനോട് കൂടെ ശുശ്രൂഷകളിൽ നിൽക്കുമ്പോൾ മാമോദിസ എന്ന അതിൽ അച്ഛനെ സഹായിക്കാനായിട്ട് പുസ്തകം പിടിച്ചു കൊടുക്കാനും വെള്ളം ഒഴിച്ചു ഇങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, ആമേൻ, ഒരൊറ്റ കുഞ്ഞുങ്ങളെ പോലും മുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത് സാത്താനെ ഉപേക്ഷിച്ച് മെശിഹായെ സ്വീകരിക്കുന്നു എന്നുള്ള ഓത്ത് പറയുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും പറയുന്നില്ല. തലത്തൊട്ടപ്പനും അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പറയാം, മറ്റു കൂടെ നിൽക്കുന്നവർ ഞാൻ ഉൾപ്പെടെ അങ്ങനെ സാത്താനെ ഉപേക്ഷിച്ച് മെശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പിരിയുന്നു. ഒരിക്കൽ അവിടെ ഈ തലത്തൊട്ടപ്പൻ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെറിയ സംസാരം ഉണ്ടായി. അന്നൊക്കെ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ മിക്കവാറും വരുന്ന അനുഭവത്തിലുള്ളത്. അതെൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടു. ഞാൻ യുവജന സഖ്യത്തിൽ സജീവമായി പങ്കെടുക്കുകയും ഞങ്ങളുടെ 10-20 യുവാക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ കോളേജിൽ PDCക്കും SLCക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ചർച്ചിൽ വളരെ സജീവമായി നടക്കുമ്പോൾ ഞാൻ ഈ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ഒന്ന്, വേദപുസ്തകത്തിൽ മാമോദിസ എന്നൊരു വാക്ക് കാണുന്നില്ല. കൃത്യമായി വചനം വായിക്കുന്ന ഒരു ശീലമായിരുന്നു. എല്ലായിടത്തും സ്നാനമെന്ന് കാണുന്നു. രണ്ടാമത്, ഈ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്ന അനുഭവം കാണുന്നില്ല. അതേക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നപ്പോൾ അച്ഛൻ, ഞങ്ങളുടെ റിലേറ്റീവാണ് അച്ഛൻ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അച്ഛനും ഒക്കെ ആയിട്ടുള്ള അനേക പാരമ്പര്യത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, നമ്മൾ ഈ ബന്ധക്കോസുകാരുടെ ഉപദേശം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബന്ധക്കോസുകാരെ അറിയില്ല, ബന്ധക്കോസ് എന്നുള്ള പ്രസ്ഥാനവും ഞങ്ങളവിടെ ആ ഭാഗത്തില്ല, എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് ഞാൻ വായിച്ച് പഠിച്ച് വന്നപ്പോൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ഒരു പേജുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അത് ബ്ലാങ്കായിട്ടിരിക്കുകയാണ് ഒരു ഭാഗം. ആ ബ്ലാങ്കായിരിക്കുന്ന ആ ഭാഗത്ത് ഞാൻ ഒരു 10-20 വേദവാക്യങ്ങൾ
വായിച്ച് സ്നാനം സ്നാനം എന്നുള്ള വാക്കുകളുള്ള ഭാഗങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഈ വാക്കുകളെ കുറിച്ച് ഞാൻ അച്ഛനോട് ഈ വാക്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് വിശ്വാസ സ്നാനം ശരിയാണെന്നും ആദ്യ കാലഘട്ടത്തിൽ അതായിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാനന്ന് ഏകദേശം SLC കഴിഞ്ഞ് PDC പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സ്നാനപ്പെടണം എന്ന് ചോദിച്ചു അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്നാനപ്പെടണം. എനിക്ക് എൻ്റെ വലിയൊരു ബോധം തോന്നുന്നു, കർത്താവിനോട് കൂടെ ചേരുന്ന വിഷയമാണല്ലോ എന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു കുപ്പായം ഉള്ളത് കൊണ്ട് എനിക്ക് സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ മാറി മുന്നോട്ട് നിന്നിട്ട് ഞാൻ വർഷങ്ങൾ ജോലിയൊക്കെ ആയി. 1975 ജോലിയോടായിരിക്കുന്ന സമയത്ത് അതെ പിതാവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പാനിടയായി. ഞാനൊരു ഉപദേശ സംഹിത തെറ്റിച്ച് പറയുകയല്ല, പിന്നെയോ വേദപുസ്തകത്തിലെ എന്നെ ഗ്രഹിപ്പിച്ച് എനിക്ക് മനസ്സിലാക്കി തന്ന അനുഭവത്തെ ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ ജബൽപൂരിലായിരുന്നു ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യത്തിൽ മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ ഏതോ ഒരു ഉത്സവ സമയത്ത് അവിടുത്തുകാരനായ ഒരാള് മിലിറ്ററി ജോലിയുള്ള അദ്ദേഹം ഒരു വലിയൊരു കാളയ്ക്ക് ആഹാരം കൊടുക്കാൻ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ കാളയെ കണ്ട് പേടിച്ചിട്ട് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ റൊട്ടി താഴെ പോയി. അപ്പോൾ അദ്ദേഹം ആ കുഞ്ഞിനെ അടിച്ചു അവന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു കൊച്ചിന് ഞാൻ നേർന്നുണ്ടായ കൊച്ചാണ്, അതിന് ആയുസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാളയ്ക്ക് ഈ റൊട്ടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവരത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദീർഘായുസ് ഉണ്ടാകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് സുവിശേഷത്തെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഞാൻ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സ്വർഗീയ ദർശനം കിട്ടി. വൈകുന്നേരം 4 മണിക്കാണ്. ഞാൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ ടെറസിൽ ജബൽപൂരിൽ വെച്ചാണ്. ആ ദർശനം ഇപ്രകാരമായിരുന്നു. ഇങ്ങനെ മനുഷ്യരെല്ലാം കൂട്ടമായി ഉറുമ്പ് പോലെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ക്രൗഡ് പീപ്പിൾസ്, വളരെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. എണ്ണിയാൽ തീരാത്ത സമൂഹം ജാഥ പോലെ തിന്നും കുടിച്ച് അവരെന്നൊക്കെ കഴിച്ചും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി പോകുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി നോക്കുമ്പോൾ ഇവരൊരു വലിയ തീ തടാകത്തിൽ പോയി വീഴുകയാണ്. ആ തീ തടാകം വലിയ കടല് വെർട്ടിക്കലായിട്ടാണ്, ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന അവസ്ഥയല്ല. അതിന്റെ വക്കിൽ ചെല്ലുമ്പോഴേ തീ കടല് കാണുകയുള്ളൂ. അയ്യോ തീ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ഈ ആളെ തട്ടി വീഴ്ത്തുകയാണ്. ഓട്ടോമാറ്റിക്കൽ തട്ടി ഇങ്ങനെ വീണ് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ഈ മനുഷ്യരെല്ലാം നശിച്ചു പോകുന്നല്ലോ, ഈ തീക്കകത്ത് വീഴുന്നല്ലോ. അപ്പോൾ ഒരു വലിയ അജാനുവായ ഒരു വലിയ മനുഷ്യൻ വന്ന് എന്നോട് പറയുന്നു, നീ പോയി പറ നിങ്ങൾ പോകുന്ന വഴി തീ കടലിലേക്കാണ് വീഴുന്നത് എന്ന്. ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമോ? എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പോകൂ, ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉണർന്ന് എൻ്റെ കൈകൾ ഒക്കെ അങ്ങനെ പിച്ചി നോക്കിയപ്പോൾ ഞാൻ ഉണർന്നു തന്നെ ഇരിക്കുക ദർശനം. അങ്ങനെ എൻ്റെ ജോലി വിട്ടതിന് ശേഷം ജബൽപൂരിൽ നിന്ന് ഞാൻ പാലക്കാട്ടേക്ക് വരുന്നു. അതാണ് എൻ്റെ സുവിശേഷ വേലയുടെ ആരംഭം. ജബൽപൂരിൽ വന്നപ്പോൾ ജബൽപൂരിൽ നിന്ന് ഒരു പെട്ടി മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറ്റാസിയിൽ വന്നിറങ്ങി. ട്രെയിൻ എങ്ങോട്ട് പോകണം, മുന്നോട്ട് പുറകോട്ട്, അതിൻ്റെ മുൻവശം എവിടെ പോകുന്നൊന്നും എനിക്കറിയാം, ഏത് ട്രെയിനാണെന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ നിന്ന് വിഷമിച്ചപ്പോൾ അവിടെ 2 മലയാളികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് ഞാൻ ചോദിച്ചതുപോലെ സാറന്മാരെ എനിക്ക് പാലക്കാട്ടേക്ക് പോകാനാണ്, ടിക്കറ്റ് ഉണ്ട്. അവർ എൻ്റെ ടിക്കറ്റ് മേടിച്ചു. നോക്കി ഞങ്ങൾ വരുന്ന വണ്ടി കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ കയറി ഇരുന്ന് പാലക്കാട്ടേക്ക് വന്നു. അന്ന് മുതൽ കർത്താവിൻ്റെ വേലയിൽ ഇതുവരെയും കൊണ്ടുവരുവാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് എൻ്റെ ബാല്യകാല അനുഭവവും ഈ സുവിശേഷ പ്രവർത്തനത്തിന് വരുവാനുള്ള ദൈവിക അനുഭവവും പറയുവാൻ കഴിയുന്നത്. അങ്ങനെ 1975 ജോലിയിൽ പ്രവേശിച്ചു. 77 ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിൾ സ്കൂളിൽ പഠിപ്പാനുള്ള ചിന്തയോടെ
കടന്നു വന്നു. വീട്ടിലെ ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിലെ അന്നത്തെ അന്തരീക്ഷം അനുസരിച്ച്. എന്നാൽ എന്നെ തല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല, വഴക്ക് പറയുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പരിഹാസപൂർവമായ നിലയിലൊക്കെ നിന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ പോയി. ആ സമയത്തൊക്കെ വളരെ ഭാരമായ വിഷയങ്ങൾ പലതുണ്ട്. എന്നാൽ അന്നന്ന് വേണ്ടതിനെ ദൈവം വഴി നടത്തി. അതിനുശേഷം 1980 എൻ്റെ മാതാപിതാക്കളും ഈ വിശ്വാസ സ്നാനാനുഭവത്തിലേക്ക് കടന്നു വരുവാനും ദൈവവചന പ്രകാരം ജീവിപ്പാനും ദൈവം അവസരമൊരുക്കി. അങ്ങനെ ബൈബിൾ സ്കൂളിലെ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിവാഹ ആലോചന വന്നത്. ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത് മല്ലപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയിലെ നെല്ലിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുന്ന ഒരു ഭവനമായിരുന്നു. അവര് പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ തന്നെ. പെൺകുട്ടി നോർത്ത് ഇന്ത്യയിലായിരുന്നു. നേഴ്സിംഗിന് പഠിക്കാനുള്ള താല്പര്യങ്ങൾക്കെല്ലാം ക്രമീകരണം ചെയ്തപ്പോൾ ക്യാപ്റ്റൻ AM ശൗമേൽ പാസ്റ്ററുടെ സുവിശേഷ ഘോഷണത്തിൽ സുവിശേഷ വേണ്ടി സമർപ്പിച്ച് വന്ന് തിരിച്ച് വീട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രപ്പോസൽസ് വന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും ഹിന്ദി ഭാഷ അറിയാവുന്നത് കൊണ്ടും ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നുപോയി. ഗ്രേസിൽ പഠിക്കാനായിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഡൽഹി ചെന്നിട്ട് അവിടെ IPC നോർത്ത് റീജിയൻ്റെ KT തോമസ് പാസ്റ്ററുടെ ബഥേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അന്ന് മുതൽ സുവിശേഷ പ്രവർത്തനത്തിൽ 1981 ജനുവരി 29 ആയിരുന്നു എൻ്റെ മാരേജ്. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളെ കുടുംബമായി ദൈവം പരിപാലിച്ചു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നത് എന്നെ ദൈവം അത്ഭുതമായി നടത്തിയ വിധങ്ങൾ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്നുള്ളതാണ്. വീട്ടിൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും മർത്തമാസഭയിൽ വളരെ ആത്മീയ അന്തരീക്ഷത്തിൻ്റെ പിതാവും മദ്യപിക്കുകയോ പുകവലിക്കുകയോ അടിപിടി കൂടുകയോ ഒന്നും ചെയ്യുന്ന അനുഭവം കണ്ടിട്ടില്ല. വളരെ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ നിന്നപ്പോൾ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞതിൽ അല്പമായ നീരസവും ഭാരവും ഒക്കെ അവർക്കുണ്ടായി. എങ്കിലും പിന്നീട് കുടുംബമായി ഞങ്ങൾ വിശ്വാസത്തിൽ വരുവാൻ ഇടയായി. ഞാൻ ജോലി വിട്ടു വന്നപ്പോൾ വളരെ പ്രയാസം തോന്നി. സാമ്പത്തികമായ നിലയിലും മറ്റും വളരെ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോൾ വിശ്വാസ ജീവിതം, അന്ന് ഞങ്ങൾ ജോലി വിട്ടു വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഒരു ആവശ്യം ആരോടും ചോദിക്കുകയില്ല, എനിക്ക് അന്നന്ന് വേണ്ടുന്നതിനെ തന്ന് എന്നെ പോറ്റി പുലർത്തണം എന്നുള്ള നിലയിൽ ഒരു പ്രതിജ്ഞ പോലെ ചെയ്തു വന്നിരുന്നു. ഡൽഹിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പാൻറ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വടക്കേണ്ടി വെച്ച് പാൻറ് ഉണ്ടായിരുന്നു. ജോലി ചെയ്ത സമയത്ത് ഞാനത് വിദേശികളാണ് പാൻറ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ പാൻറ് ഒക്കെ കളഞ്ഞ് വെറും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് ഈ ഒരു പാൻറ്റും കൊണ്ട് മുന്നോട്ട് പോന്നപ്പോൾ എനിക്ക് ആരോടും ചോദിക്കുകയില്ല. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ ഒരു കസിൻ USA പോയിരുന്നു. ഞാൻ അവരെ യാത്ര അയക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവരിപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു പാൻറ് തരണം എന്ന് ചോദിച്ചു. പിന്നീട് ഒരു ഡെയ്ക്സ് ബൈബിൾ അവിടെ ഇരിക്കുന്ന കണ്ടു. അത് വലിയ വില കൂടിയ സാധനമാണല്ലോ അന്നത്തെ കാലത്ത്. ഡെയ്ക്സ് ബൈബിൾ എന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതും ചോദിച്ചു. എന്നാൽ ഇന്ന് വരെയും ഒന്നുമേ ഒരു തുണ്ട് പേപ്പറായിട്ട് ഒരു കഷ്ണം തുണിയായിട്ട് യാതൊന്നും ഇന്ന് വരെയും തന്നില്ല, കിട്ടിയിട്ടുമില്ല. അന്ന് ഞാൻ ചോദിച്ചതിന് ശേഷം എനിക്ക് വലിയ സങ്കടം തോന്നി. രാത്രി വന്ന് ഒരുപാട് കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത്, ദൈവമേ ഞാൻ ചോദിച്ചു പോയല്ലോ എന്ന്. അങ്ങനെ ഇന്നപ്പോഴാണ് അവിടെ ഒരു ഫ്യൂണറിന് പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഞാൻ ജനിച്ച സ്ഥലത്തുള്ള ഈ എലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അച്ചായനാണ്. അയ്യോ മോനെ ജെയിംസ്, എന്നെ വീട്ടിൽ ജെയിംസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ജെയിംസ്, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ല. ഞാൻ 10 വയസ്സുള്ളപ്പോഴാണല്ലോ പാലക്കാട്ടേക്ക് പോയത്. എന്നാൽ ഞാൻ ചുരുക്കി അങ്ങ് പറയാം. അദ്ദേഹവുമായി പരിചയപ്പെട്ടത്, അദ്ദേഹം എന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. വളരെ സംഭാഷണങ്ങൾ ഞങ്ങൾ സൗഹൃദമായിട്ട് ചെയ്ത്. എൻ്റെ ഫാദറാണ് അദ്ദേഹത്തെ പഠിക്കുവാൻ ഇത്രയും പ്രേരിപ്പിച്ചതും ഒക്കെയും ചെയ്ത്. അദ്ദേഹം അന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. ഞങ്ങൾക്കറിയില്ല, എനിക്കതൊന്നും അദ്ദേഹത്തെക്കുറിച്ചൊന്നും അങ്ങനെ പരിചയം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫാദറിനെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ഹല്ലേലൂയ അപ്പച്ചൻ എന്നൊക്കെ വിളിച്ച ഓർമ്മയുണ്ട്.
അദ്ദേഹം ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ഒരു ഷോപ്പിംഗ് ബാഗിൽ ഒരു സാധനങ്ങൾ തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട, വളരെ നിർബന്ധിച്ചു. ഞാൻ ആ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചു. ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിൽ എനിക്ക് വേണ്ടുന്ന പോലെ ഉള്ള നിലയിൽ 5 പാൻറ്റും 5 ഷർട്ടും ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അറിയുന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹം പൊതിഞ്ഞു വെച്ചത് ഞാൻ എൻ്റെ കസിനോട് ചോദിച്ച ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇൻസ്പിറേഷനിൽ, ഒരു ആത്മവേദനയിൽ അദ്ദേഹം എനിക്ക് വേണ്ടി തന്നതാണ്. ഞാൻ അത് വളരെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ഡ്രസ്സ് എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. ദൈവം അത്ഭുതമായി ചെയ്തു. അതൊരു വസ്ത്രം എന്നുള്ള ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന വേദപുസ്തകത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് വസ്ത്രത്തിലുള്ള അങ്ങനെ ഞങ്ങൾ നേരെ അഹമ്മദ് നഗർ വന്നു. അഹമ്മദ് നഗറില് 83 മുതൽ 85 വരെ 3 വർഷം അവിടെ പ്രവർത്തിച്ചു. അവിടെ അനേക മറാഠിക്കാര് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും അനേക സ്നാനങ്ങൾ നടക്കുവാനിടയായി. അവിടെ നിന്ന് ഞാൻ ഗുജറാത്തിലേക്ക് കടന്നുപോയി. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ ഈ സ്ഥലങ്ങളിലൊക്കെയും ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഓരോ ദിവസവും അത്ഭുതമായിട്ട് ദൈവം എന്നെ വഴി നടത്തി. അഹമ്മദിലായിരുന്ന സമയത്ത് ഒരു 8 കിലോമീറ്റർ ദൂരെ ഞാൻ സൈക്കിൾ ചവിട്ടി ദൂരം പോകുന്നു. അന്ന് സൈക്കിൾ ഉള്ള സാഹചര്യമാണ്, ബൈക്കോ അങ്ങനെയുള്ള കാര്യാദികളില്ല. ഒരു ഗ്രാമപ്രദേശങ്ങളിൽ വളരെ കഷ്ടത അനുഭവിച്ച് വേണ്ടവിധ സൗകര്യങ്ങളൊന്നുമില്ലാതെ, പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത കോമൺ ഗ്രാമീണരോടൊപ്പം ആ രീതിയിൽ ജീവിച്ചു പോരുമ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വലിയൊരു കുഴിക്കകത്ത് ഞാൻ വീണു. ആ കുഴിയിൽ വീഴാൻ ഗ്രാമപ്രദേശമാണ്, ഗ്രാമത്തിലുള്ള ഇടവഴിയാണ്, ടാറിങ് ഒന്നുള്ള റോഡൊന്നുമല്ല, മുൾച്ചെടികളാണ് അവിടെ കൂടുതലും. അവിടെ ആ ഗ്രാമത്തിലെ വേസ്റ്റ് ഇടാൻ ഒരു കുഴി കുഴിച്ചിട്ടിരിക്കുന്ന വലിയൊരു കുഴിയുണ്ട്. അതിനൊക്കെ മക്കൾ കൂടെ അതൊക്കെ സാധാരണ നടന്നിങ്ങനെ പോകുന്നതാ. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അന്ന് വന്നപ്പോൾ എൻ്റെ സൈക്കിൾ അവിടെ വന്നപ്പോൾ ഞാൻ ആ സൈക്കിളിൽ നിന്ന് കാലി ചവിട്ടി കുഴിയിലായി പോയത് കൊണ്ട് ഞാൻ കുഴിയിലങ്ങ് വീണപ്പോൾ ഏകദേശം എൻ്റെ കഴുത്തിനകത്ത് ഒരാൾ പൊക്കത്തിലുള്ള കുഴിയാ, മുകളിൽ നിന്ന് നോക്കിയാൽ കാണുകയില്ല. എൻ്റെ സൈക്കിള് വെളിയിലേക്ക് വീണുപോയി. അപ്പോൾ വിശ്വാസികൾ മറ്റു കൂട്ടുകാർ വന്നപ്പോൾ ഈ പാളസാബ് സൈക്കിൾ എൻ്റെ പാസ്റ്ററുടെ സൈക്കിളാണല്ലോ എന്ന് പറഞ്ഞു അവര് ഞാൻ അതിശയിച്ചപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റർ കിതറേ എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതർഹും, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഈ കുഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവർ വിളിച്ച് കയറ്റി കൊണ്ടുപോയി എല്ലാം കഴുകി ശുദ്ധീകരിച്ചൊക്കെ കൊണ്ടുവന്നു. അവരൊരിക്കലും ജീവിതത്തിൽ മറക്കുകയില്ല. അതിനകത്ത് വിഷജന്തുക്കളോ അഴുക്കും ഒക്കെ വേസ്റ്റ് ആണല്ലോ, എങ്കിലും കർത്താവ് ആ കുഴിയിൽ നിന്ന് വിടുവിച്ചു. സാധാരണ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുന്നത്. അന്ന് ഞാൻ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി ആൾക്കാർ വരുന്നതിന് തൊട്ട് മുൻപ് പോകുന്നു. അതുകൊണ്ടാണ് എന്നെ അവർ കാണുവാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നേരം വെളുക്കുന്നവരെയോ എത്രയോ കിടക്കണമെന്ന് ഒരു നിവൃത്തിയോ അറിയുന്നില്ല. അങ്ങനെ മരണത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചു. അതിനുശേഷം ഞാൻ പല രീതികളിൽ പല അവസ്ഥകളിൽ കൂടെ മുന്നോട്ട് വന്നു. പിന്നീട് 2018 അമേരിക്കയ്ക്ക് വരാനുള്ളൊരു വിസ ചാൻസ് എനിക്ക് ഒരുക്കി തന്നു. ഞാൻ പോരുന്നില്ല, ഒന്നും വിദ്യാഭ്യാസം മറ്റ് ജോലികളൊന്നും ചെയ്യാൻ അറിയുന്നില്ല. സുവിശേഷം ബൈബിള് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് പോകുന്നില്ല എന്ന് ചിന്തിച്ചു. വിസ വേണ്ട എന്ന് കരുതി എന്നപ്പോൾ എനിക്ക് പരിചയമുള്ള സ്നേഹിതന്മാർ, സുവിശേഷ പ്രവർത്തകർ, IPCയിലെ സീനിയർ പാസ്റ്റേഴ്സ് ഒക്കെ നിർബന്ധിച്ചു. അവിടെ പോയി ഒന്ന് കാല് കുത്തിവെച്ച് പോരെ, വിസ കിട്ടിയത് നിഷേധിക്കേണ്ട, ഒന്ന് പോയി ഞാൻ പോരുന്നില്ല, പ്രായമൊക്കെ എത്രയായി, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയിൽ. എന്നാൽ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരനുഭവമാണ് എൻ്റെ സാക്ഷ്യത്തിൽ പറയുവാൻ ഞാൻ കണക്കാക്കുന്നത്. ആമേൻ. ഞാൻ ഇവിടെ 18 വന്നു. 19 എനിക്കൊരു തലവേദന ആരംഭിച്ചു. 2020 ജാനുവരിയിൽ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന്
എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ ഉണരുമ്പോൾ എൻ്റെ കൈയും കാലും കട്ടിലിൽ കെട്ടിയിരിക്കുകയാണ്. നല്ല വെള്ള തുണി പതിച്ചിട്ടുണ്ട്. എനിക്ക് വൈഫിനെ കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ നിന്നപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നു. എൻ്റെ ഭാര്യ പറയുന്നു, സഭയിലെ വിശ്വാസികളും പാസ്റ്റർമാരും പറയുന്നു, ഞാൻ 45 ദിവസം വെന്റിലേറ്ററായിരുന്നു. ആ 45 ദിവസം വെന്റിലേറ്റർ ആയിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ് മരിച്ചുപോയി എന്ന്. ആ മരണ അനുഭവം കണ്ടിട്ട് എവിടെയാണ് ഫ്യൂണറൽ, ഇവിടെ നടത്താൻ പറ്റുമോ, ഇന്ത്യയിൽ നടത്താൻ പറ്റുമോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ ആ 45 ദിവസം എന്ന് പറയുന്ന ആ ദിവസമൊന്നും എനിക്ക് ദിവസങ്ങൾ അറിയുന്നില്ലല്ലോ. എന്നാൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തെയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആത്മീയ ഉത്തേജനം ഉണ്ടാകുവാൻ തക്കവണ്ണം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന സമയത്ത് ഒരു ദൈവദൂതൻ വന്ന് എൻ്റെ വലത്തെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പറന്നു പോവുകയാണ്. ഭയങ്കര സ്പീഡ്. പറക്കുക എന്ന് പറഞ്ഞാൽ ചിറകടിച്ച് പറക്കുകയല്ല, ഈ പ്ലെയിനൊക്കെ പോകുന്നത് പോലെ സ്മൂത്ത് ഒഴുകി പോകുന്ന ഭയങ്കര സ്പീഡാണ്. ആ സ്പീഡിലുള്ള പോക്കിൽ അതൊന്നും അളന്നെടുക്കാൻ പറ്റുന്ന സ്പീഡല്ല. എൻ്റെ കയ്യിൽ 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തൂക്കി പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ആ ദൂതന്റെ കയ്യിൽ ഞാൻ തൂങ്ങിക്കിടക്കുകയാണ്. ഈ ദൂതൻ എന്ന് പറയുന്ന അവസ്ഥ ഞാൻ കണ്ടത് ഒരു നല്ല മനുഷ്യ രൂപത്തിൽ, സ്പോഞ്ച് പോലെ നല്ല ഒരു തിളങ്ങിയ അനുഭവത്തിലുള്ള വലിയ മനുഷ്യ അനുഭവമാണ്. എനിക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല. ഏത് രീതിയിൽ അത് വിവരിച്ചെടുക്കണമെന്ന് എനിക്കറിയുന്നില്ല. ആ അനുഭവത്തിലുള്ള ആ ദൂതൻ എന്നെ തൂക്കി പിടിച്ചു പോകുമ്പോൾ ഒരു ഭാഗത്ത് വലിയ തീക്കടലും അതിനകത്ത് മനുഷ്യ ശബ്ദങ്ങളൊക്കെ, ഹ്യൂമൻ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാനുള്ള അവസരമില്ല. മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ തേജസ്, ഒരു വലിയ വെളിച്ചം, പകൽ വെളിച്ചമല്ല, നല്ല ട്യൂബ് ലൈറ്റ് കത്തുന്ന 1000 ട്യൂബ് ലൈറ്റ് കത്തുന്നതൊക്കെ ചെറുപ്പത്തിൽ പറയുന്നത് പോലെ വലിയ ഗ്ലോറിയസ് ലൈറ്റ്, ഒരു തേജസ്. ആ തേജസ്സിലേക്ക് കയറുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ഭൂമിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. ആ ശബ്ദം കേട്ടതും ആ ദൂതൻ എന്നെ അതേ സ്പീഡിൽ തിരികെ കൊണ്ടുവന്നിട്ട് എൻ്റെ ബോഡിയിൽ കൊണ്ടുവിടുന്നു. ഞാനിങ്ങനെ കിടക്കുന്ന ആ ബോഡിയിലേക്ക് എന്നെ കൊണ്ടുവിടുന്നു. ഈ സമയത്തായിരിക്കാം ഡോക്ടേഴ്സ് പറഞ്ഞത് ഞാൻ മരിച്ചുപോയി എന്ന് ഞാൻ അനുമാനിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ഒരു എക്സ്പീരിയൻസ് ആണ്, ദർശനമല്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പിടുത്തത്തിൻ്റെ അനുഭവപ്പെടുവാൻ ഇടയാകുന്നു. ദൈവമക്കളെ, അതിനുശേഷം ഞാൻ എൻ്റെ തലയിൽ 5 സർജറി ചെയ്യപ്പെട്ടു. ഈ തലയിലെ ഈ ഭാഗത്തെ സ്കള്ളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതൊരു 10-60 ദിവസം കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട്, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അവര് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ആ ഫിറ്റ് ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് രണ്ടാമത് അത് ഓപ്പറേഷൻ ചെയ്ത് ഫിറ്റ് ചെയ്യിച്ചു. പിന്നെയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. 5 ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ഇതൊരു വലിയ മിറക്കിളാണ്. ഇങ്ങനെ സംഭവിച്ചവർ ഒരു 1 സൈഡ് പാരലൈസ് ആവുകയോ, അതുപോലെ കേൾവി, സംഭാഷണം, കാഴ്ച, ഇതിലൊക്കെയും പൂർണ്ണത വരാതെ പല പ്രോബ്ലംസ് ഉണ്ടായി പാരലൈസ് പോലെ കിടക്കാനുള്ള സാധ്യതയാണ്. എന്നാൽ ഇത് ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു. ഇതൊരു മിറക്കിളാണ് എന്ന് ഡോക്ടേഴ്സിനെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സൊക്കെയും പറയുന്നു. അതെ, ഇതൊരു മിറക്കിളാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ സാരാംശം, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു ശബ്ദം എന്നെ ഓർത്ത് അനേകർ പ്രാർത്ഥിച്ചു. എൻ്റെ സഹധർമ്മിണി ഉപവാസവും പ്രാർത്ഥനയുമായി സമയം ചിലവഴിക്കപ്പെട്ടു. അതൊക്കെയും എന്നോട് പറയാറുണ്ട്. അപ്പോൾ
ദൈവമക്കളെ, ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതിൻ്റെ സാരാംശം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. ഒന്ന്, സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. തീ തടാകം, അതിലെ ഹ്യൂമൻ സൗണ്ട്സ്, മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നത് നിത്യ നരകയാതനയെ കുറിച്ചുള്ള കാഴ്ചയാണ്. തേജസ്സുള്ള ആ വലിയ പ്രകാശം സ്വർഗരാജ്യത്തിലേക്ക്, ഹെവൻസ്, നിത്യതയിലേക്കുള്ള ആ പ്രവേശന കവാടമാണ്. അതിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിടിവാശി പിടിച്ചേനെയായിരുന്നു. കുഞ്ഞുങ്ങൾ പിടിവാശി ഉണ്ടാക്കുന്നത് പോലെ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, കയറിയിരുന്നെങ്കിൽ ഇറങ്ങി പോരുകയില്ല. എന്നാൽ അങ്ങനെ അകത്ത് കയറി ആയിരുന്നു എങ്കിൽ ഇപ്പോൾ തമ്മിൽ സാക്ഷ്യം പറയുവാനോ ഈ ജീവിതാനുഭവം പങ്കിടുവാനോ കഴിയുകയില്ലല്ലോ. ആകയാൽ സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. അതുപോലെ ആമേൻ, ദൈവജനം പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കേൾക്കും. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. ഒരുപാട് അനുഭവ വിഷയങ്ങൾ പറയുവാനുണ്ട്. മരണത്തിൽ നിന്ന് വിടുവിച്ചതുണ്ട്. വിടുവിച്ച വിഷയങ്ങൾ ഒന്ന്, ആ കുഴിയിൽ വീണ കാര്യം. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഞാൻ ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒരു സാധനം എന്താ മേടിക്കാനായിട്ട് വിട്ടു വന്നപ്പോഴേക്കും, കയറാൻ വന്നപ്പോഴേക്കും ട്രെയിൻ മൂവായി. എന്നാൽ ദൈവം എങ്ങനെയോ ആരോ എന്നെ എടുത്ത് പൊക്കി അതിനെ ഇടുന്ന പോലെ ഒരനുഭവം ഉണ്ടായി. പിന്നെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വിരോധികളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഇത്രയും പീഡകളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഡൽഹി എല്ലാ സ്ഥലത്തും ഞാൻ കാൽനടയായി പോയി സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചെറിയൊരു ഗ്രൗണ്ടിന്റെ അടുക്കൽ ഇത് കൊടുക്കാൻ നിന്നപ്പോൾ 2-3 പേർ എന്നെ വിളിച്ച് എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ സ്നേഹത്തിലൊക്കെ പറഞ്ഞ് എന്നോട് ഇരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുന്നു. എന്നിട്ട് എനിക്ക് കുടിക്കാൻ ചായ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ ചായ പിയുക, ഞാൻ ചായ കുടിക്കില്ല. ചായ കുടിക്കുന്ന കൂട്ടത്തിലെല്ലാം അവർ വളരെ നിർബന്ധിച്ചു. എന്നിട്ട് അവർ ഇങ്ങോട്ടും എന്നെ തള്ളാൻ തുടങ്ങി. ഒരുത്തൻ്റെ അടുക്കിലേക്ക് എന്നെ തള്ളും, വേറൊരുത്തൻ ഇങ്ങോട്ട് തള്ളും. ചായ കുടിക്കണം എന്ന് പറഞ്ഞ് അവസാനം അവൻ പറഞ്ഞു, നിങ്ങൾ വിദേശ സുവിശേഷത്തിൽ നിൽക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് വളരെ ക്രൂരമായി സംസാരിക്കാനിടയായി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഹിന്ദി അത്ര അറിയില്ലല്ലോ, ഹിന്ദി അറിയാവുന്ന വേറെ ആൾ എൻ്റെ കൂടെ ഉണ്ട്, അദ്ദേഹം അപ്പുറത്തുണ്ട്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് എൻ്റെ ലഘുലേഖകളും എല്ലാം കൂടി ആ ബുക്കുകൾ അവർ മേടിച്ച് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഞാൻ അദ്ദേഹത്തെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവരുടെ മുഖത്ത് നോക്കി തന്നെ പുറകോട്ട് നടന്ന് കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. വളരെ ഒളിമ്പിക്സ് പോലും ഇത്ര സ്പീഡിൽ ഓടുകയില്ല. അത് ദൈവം തമ്മിൽ എൻ്റെ കാലിന് വെള്ളം തന്നതിനെ ഓടി. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സ്നേഹിതരെല്ലാം അവിടെ നിൽപ്പുണ്ട്. തോമസ് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇന്ന പോലെയാണ് ഇത് പറ്റുന്നത്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വണ്ടിക്ക് പോകാം എന്ന് പറഞ്ഞു. അത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ അജ്മീർ ഗേറ്റ് എന്നുള്ള ആ സ്ഥലത്തിലെ ഒരു സംഭവമാണ്. ഇത് 82-ലെ അനുഭവമാണ്. പിന്നീട് തൃശ്ശൂർ വെച്ച് ലഘുലേഖകൾ കൊടുത്തപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഞങ്ങളെ തടഞ്ഞു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അടിച്ചില്ല. അടിക്കാനൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ ലഘുലേഖകളെല്ലാം ഞങ്ങൾക്ക് തന്നെ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊണ്ട് നശിപ്പിക്കില്ല, നശിപ്പിച്ചാൽ ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, നിങ്ങൾക്ക് ശാപവും ദോഷവുമായിരിക്കും, നിങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ട് ഇത് നിങ്ങളുടെ തരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ വിടുവിച്ചു. ഡീറ്റെയിൽസ് കൊടുക്കാൻ നിൽക്കുന്നില്ല. അവസാനം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ സ്പോട്ടിൽ വെച്ച് 2 രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള വൈരാഗ്യത്തിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തിയ ഭാഗത്തുള്ളവരെ നല്ലപോലെ മർദ്ദനം കൊടുത്തു എന്നും പോലീസ് കേസാക്കിയെന്നും അറിയുവാനിടയായ ഒരു അനുഭവം ഉണ്ടാകാൻ സാധിച്ചു. ആഹാരമില്ലാതെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നിന്നപ്പോൾ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ അനേക സംഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. ദൈവം ഇതിലെ ഞാൻ ഇത്രയും സംസാരിച്ചത്, എന്നെ കേൾക്കുന്നത് പല വിശ്വാസ സംഹിതകളില് പല രീതിയിൽ പല അവസ്ഥയിലുള്ള മാന്യ സ്നേഹിതരാണ്. എന്നാൽ എൻ്റെ ഈ സംഭാഷണത്തിൽ നിന്ന്, എൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്നും ഒന്ന് പറയുവാൻ സാധിക്കുന്നു: ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുക. 2, നമ്മുടെ ആയുസ് നിസ്സാരമാണ്. ഇന്ന് കണ്ട് നാളെ കാണുന്നില്ല.
എത്രയോ ആക്സിഡൻസുകൾ, എത്രയോ അവസ്ഥകൾ നാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. മാരകമായ രോഗങ്ങളിൽ കൂടി മനുഷ്യൻ പോകുന്നു. അറ്റാക്കിൽ കൂടെ മനുഷ്യൻ മരിക്കുന്നു. അത് നമ്മുടെ കോമണാണ്. ജനിച്ച ഏവരും മരണത്തിൽ കൂടി കടന്നുപോയേ സാധിക്കൂ. അതിൽ ജാതിയില്ല, മതമില്ല, സഭയില്ല, സമൂഹമില്ല, രാജ്യമില്ല. ജീവനോടെ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിത്വവും ഈ ഭൂമിയിൽ നിന്ന് മരണത്തിൽ കൂടി നീക്കപ്പെട്ടു പോകും. എന്നാൽ അതിനുശേഷം നമുക്കൊരു ജീവനുണ്ട്. അത് നിത്യജീവനാണ്. ആ നിത്യജീവൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പ്രാപിപ്പാൻ സാധിക്കുന്നു. ആമേൻ. രണ്ടാമത്, വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. വിശുദ്ധ വേദ പുസ്തകം അത് മതഗ്രന്ഥമല്ല. ഏതെല്ലാം പുസ്തകങ്ങൾ നാം വായിക്കുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര പുസ്തകങ്ങൾ വായിച്ചു. ഇപ്പൊ എനിക്കധികം വായിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഏതൊരു വ്യക്തിയും ധാരാളം പുസ്തകങ്ങൾ അവർ പഠിച്ചിട്ട് ഡോക്ടറേറ്റ്, PhD ഒക്കെ എടുക്കുന്നു. അതുപോലെ വിശുദ്ധ വചനം, ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിനകത്ത് നമുക്കത് എഴുതപ്പെടുവാനും ഒരു പ്രത്യേക ശക്തിയാൽ മനസ്സിലാക്കുവാനും സാധിക്കും. ഞാൻ മർത്തോമാ സഭയിൽ മുന്നോട്ട് വന്നപ്പോൾ സുവിശേഷ പ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ പൂർണ്ണ താല്പര്യവും ഉത്തരവാദിത്വങ്ങളും. എൻ്റെ കടമ, എന്നെ ദൈവം നിക്ഷിപ്തമാക്കപ്പെട്ടത് അതാണ്. എങ്കിൽ വേദപുസ്തകം വായിച്ചു വന്നപ്പോഴാണ് സത്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഒരൊറ്റ വാക്യം പോലും മാമോദീസ എന്നൊരു വാക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. സ്നാനം എന്ന വാക്കാണ്. ആ സ്നാനം എന്ന വാക്കിനെ ചിന്തിച്ച് പഠിച്ചു വന്നപ്പോഴാണ് കർത്താവായ യേശുവിനോട് ചേരുവാൻ, സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുവാൻ ഒരു പ്രതിജ്ഞ ചെയ്ത് ഒരു കുഞ്ഞ് ആമേൻ ക്രിസ്തുവിനോട് ചേർന്ന് ഒരു പുതിയ ജീവിതം ചെയ്യുവാൻ എടുക്കപ്പെടുന്നത്. അതിൽ ജാതിയില്ല, മതമില്ല, സഭയില്ല, സമൂഹമില്ല. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, ആ ഭാഗ്യം എനിക്ക് 1975 ലഭിക്കുവാനിടയായി. അതിനുശേഷം ദൈവികമായി ദർശനം ലഭിക്കുന്നു. അത് ഓരോരുത്തർക്ക് ഓരോ ദർശനമാണ്. എന്നാൽ ഏതൊരു മനുഷ്യനും സത്യ ദൈവത്തെ കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിക്കണം. ഞാൻ ആ ജബൽപുരി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട ദർശനം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. സകല മനുഷ്യരും മുൻപോട്ട് പോയി അവർ പോകുന്ന നിത്യ നരക യാതനയിലേക്ക്, തീക്കടലിലേക്ക്. തീയും ഗന്ധവും കത്തുന്ന തീ പൊയ്ക എന്ന ഒരു വാക്യം വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ മരണം, ഒന്നുകിൽ അവൻ നിത്യ നരകത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ രാജ്യത്തിലേക്ക്. ആകയാൽ അതും നമുക്ക് ബോധ്യമായി തീരുവാൻ ഇടയാകണം. സ്കൂളില് 1000 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള്. ആ സ്കൂള് 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടി വെളിയിലേക്ക് ഓടി വരുന്നു. ഓടിപ്പോയി അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു. ഇതുപോലെയാണ് നാം ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ. ഒരു മണിയടി കേൾക്കാം, തീർന്നു, ഫിനിഷ്. അത് അറ്റാക്ക് ആയിരിക്കാം, ആക്സിഡന്റ് ആയിരിക്കാം, എന്തായാലും നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് മണിയടിക്കുന്ന ശബ്ദം ഉണ്ടാകും. അതിന് സമയം ദിവസവും നമുക്കറിയയില്ല. അറ്റ് എനി ടൈം, ഏത് സമയവും അതേ മരണമണി ശബ്ദം കേൾക്കുന്നു, മരിക്കുന്നു. എന്നാൽ നാം എങ്ങോട്ട് പോകും? നമ്മുടെ ഭവനത്തിലേക്ക് പോകും. സ്കൂളിൽ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ അവരവരുടെ വീടുകളിലേക്കാണ് പോകുന്നത്. അടുത്ത് വലിയൊരു വീടുണ്ട്, ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ആ വീട്ടിലോട്ട് കയറിയാൽ അവിടുത്തെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ചെറ്റക്കുടിലായ വീടായ ഒരുത്തനാണെങ്കിലും അവന്റെ ചെറ്റക്കുടിൽ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. എത്ര ദൂരമുണ്ടെങ്കിലും ആ ഭവനത്തിലേക്ക് അവർ പോകുന്നു. ഇതുപോലെ നാമും ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ മരണമണി അടിച്ചു കഴിയുമ്പോൾ എങ്ങോട്ട് പോകുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് പോകുന്നു. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ ആത്മാവിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും നിത്യജീവങ്കിലേക്ക് പോകുന്നു. രണ്ടാമത് ഞാൻ മരണത്തിൽ കൂടി കടന്നുപോയപ്പോൾ നരകവുമുണ്ട് സ്വർഗവും ഉണ്ടെന്ന് എനിക്ക് കാണിപ്പാനിടയായി. ഇന്നെന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയ സ്നേഹിതരെ, സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. നാം എവിടെയായിരിക്കുമെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുക. നമുക്ക് നമ്മുടെ വാക്കുകളെ ഞാൻ എൻ്റെ സാക്ഷി അനുഭവത്തിൽ കൂടെ നിർത്തട്ടെ. ഹല്ലേലൂയ. എനിക്ക് 2 കുഞ്ഞുങ്ങള്, അവരും ക്ഷേമത്തോടെ സൂക്ഷിക്കപ്പെടുന്നു. എൻ്റെ മാതാപിതാക്കൾ നിത്യതയിൽ പ്രവേശിച്ചു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ എനിക്ക് അല്പമായ ക്ഷീണങ്ങളൊന്നും ഇല്ല, എന്നാലും ഈ ബ്രെയിൻ സർജറി ആയിരുന്നു. അതിൻ്റെതായ ചെറിയ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, എന്നാൽ അത് കുഴപ്പമില്ല. എന്നാൽ ഇത്രത്തോളം സംസാരിക്കുവാൻ ദൈവം എനിക്ക് ആരോഗ്യം തന്നല്ലോ. ഹല്ലേലൂയ. എല്ലാ ബഹുമാന്യർക്ക് വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ പാസ്റ്റർ PS തോമസ് അങ്കിൾ. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതോർത്തും കർത്താവ് കൃപ ചെയ്തതോർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. അങ്കിളിനുള്ളതായ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യമാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കേട്ടതുപോലെയുള്ളതായ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുമ്പോൾ അത് വിവരിച്ചുകൂടാൻ പറ്റാത്തവണ്ണമുള്ളതായ ദൈവീയ ഇടപെടൽ അതിനകത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ മഹാസ്നേഹം നമ്മെ ഓരോ ദിവസവും ജീവിക്കുവാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നാം ദൈവത്തിൽ പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കവാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ആഗ്രഹമാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയരുമാറാകട്ടെ. സകലത്തെയും കാണുന്ന അദൃശ്യനായ ദൈവിക സാന്നിധ്യത്തിൽ അവിടുത്തെ ഹല്ലേലൂയ കണ്ണുകൾ നമ്മെ കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാണ്. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്ക് കർത്താവേ വിവിധ സ്ഥലങ്ങളിലെ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അവസരം തന്നല്ലോ. ഇന്ന് അടിയൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചുരുക്കമായി പ്രിയപ്പെട്ടവരോട് കർത്താവെ സംഭാഷിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ഏതൊരു സ്നേഹിതരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേൻ കർത്താവേ, ആമേൻ. ദൈവമക്കളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആത്മീയമായ ആരോഗ്യം അവർക്ക് നൽകണമേ. ആമേൻ. സത്യദൈവത്തെക്കുറിച്ച് അറിയാത്തവരോ ദൈവനിഷേധികളായിട്ടുള്ളവരോ ഏത് രീതിയിൽ, ഏത് അവസ്ഥകളിൽ, ഏത് ഉപദേശാനുഭവങ്ങളിൽ ജീവിച്ചാണെങ്കിലും സത്യമായ ഉപദേശം അവർക്ക് കൊടുക്കണമേ കർത്താവേ. ജീവനുള്ള ദൈവത്തിൻ്റെ തേജസ്സിനെ അക്ഷയനായ പക്ഷി, ഇഴജാതി, മൃഗജാതി, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമാക്കിക്കൊണ്ട് ആമേൻ കർത്താവെ ദൈവമായി അല്ലാത്തവയെ ദൈവമായി കണക്കാക്കിക്കൊണ്ട് മൗഢ്യമായ ജീവിതാവസ്ഥകളിൽ മൂടൻ ദൈവമില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ പറയുകയും അത് പ്രകടമാക്കുകയും ചെയ്യുമ്പോൾ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോടുകൂടി ആമേൻ അടിയൻ്റെ ഈ സാക്ഷ്യ ജീവിത അനുഭവം വ്യക്തമായി ഇടപെടുമാറാകണമേ. ജീവനുള്ള സത്യേക ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ മാറ്റപ്പെട്ടു പോയാലും നിത്യജീവന അവകാശിയായി ദൈവത്തിന് മക്കളായി ജീവിക്കുന്ന ആത്മാവിൻ്റെ രക്ഷ അവർക്ക് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന് അവസരമൊരുക്കി തന്ന എല്ലാവർക്കായി സ്തോത്രം. പ്രിയ ദേവദാസിനെയും ശുശ്രൂഷ ആരോമ TV മിനിസ്ട്രിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനായി ഒരുക്കം ഞങ്ങൾക്ക് ഒന്നിച്ച് നിത്യതയിൽ ഒരുമനപ്പെടുവാൻ ഉള്ള ആത്മരക്ഷ തന്ന് സൂക്ഷിക്കപ്പെടണം. ദുഷ്ടന്റെ കണികളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണം. അന്നു വേണ്ടുന്ന ആഹാരം തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തണം. കർത്താവേ, അങ്ങയുടെ രാജ്യം ഞങ്ങൾക്ക് സ്ഥാപിതമാക്കി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ രാജ്യത്തിൽ അവിടുത്തെ രാജ്യം സ്ഥാപിതമാക്കപ്പെടണം. കുറ്റവും കുറവെല്ലാം ക്ഷമിക്കും, വരവിനായി ഒരുക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PS തോമസ് അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com